ഇനി ഞാനിവിടെ വളരെ വേഗത്തിൽ തന്നെ ഒരു കറി, ഒന്നുമല്ല പച്ചത്തക്കാളിയും ഉണക്കമീനും കൊണ്ട് നല്ലൊരു കറി പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കുകയാണ്. ഇത് മാത്രം മതി നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട്, വേറെ ഒന്നും വേണ്ട. ഇന്ന് മീൻ കിട്ടുന്ന ദിവസമായിരുന്നു ഞങ്ങൾക്കിവിടെ. പക്ഷേ ഞങ്ങൾക്ക് മീൻ കിട്ടിയില്ല. ഞാൻ പറയാറില്ലേ, ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ നമ്മുടെ സമുദ്രത്തിലെ മീൻ കിട്ടത്തുള്ളൂ എന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ കിട്ടിയില്ല. അപ്പം തന്നെ ഞാൻ വിചാരിച്ചു വന്നാൽ ഇനി ഉണക്കമീൻ ഉണ്ടായിരുന്നു, അത് കറി വെക്കാവുന്ന. അത് ഞാൻ വെള്ളത്തിലൊക്കെ ഇട്ട് ഒന്ന് ഉപ്പ് കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തക്കാളിയൊക്കെ ഒന്ന് അരിഞ്ഞ് വെച്ചു, അതിൻ്റെ ചേരുവകളൊക്കെ ഒന്ന് അരിഞ്ഞ് വെച്ചു. എൻ്റെ മീൻ വെക്കുന്ന, നല്ല മീൻ കറി വെക്കുന്ന മീൻ ചട്ടിയിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ച് കൊടുത്തു. അതിലേക്ക് കടുകിട്ട് കൊടുത്തു. ഇനി അല്പം സവാള ഉള്ളി അരിഞ്ഞത്, ഇത് 2-3 സവാള ഉള്ളി ഞാൻ ഈ രീതിയിലൊന്ന് അരിഞ്ഞെടുത്ത് ഇതിനെ ഒന്ന് നല്ലവണ്ണം വഴറ്റിയെടുക്കണം. വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ബാക്കി ചേരുവകൾ ചേർക്കണം. ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഉപ്പ് അധികം ആഡ് ചെയ്യണ്ട, കാരണം ഉണക്കമീനല്ല, ഉണക്കമീനിനകത്ത് നല്ല ഉപ്പുള്ളത് കൊണ്ട് നമ്മളെപ്പോഴും ഉപ്പ് ചേർക്കുമ്പം ആദ്യം കുറച്ച് ഉപ്പ് മാത്രം ചേർത്താൽ മതി. പിന്നെ കറി വെച്ച് കഴിയുമ്പം ഉപ്പില്ല എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അതുകൊണ്ട് ഞാനിവിടെ അല്പം മാത്രം ഉപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുത്തു. ഞാൻ എടുത്തിരിക്കുന്ന മീൻ സ്രാവാണ്, അത് ശരിക്കും ഉപ്പുള്ള മീനാണ്. പിന്നെ പച്ചമുളക്, എരിവിനനുസരിച്ച് പച്ചമുളക് കീറിയിട്ട് കൊടുത്തു. അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുത്തു. ഇനി ഇതൊന്ന് നല്ലവണ്ണം ഉള്ളി ഇതെല്ലാം ഒന്ന് വഴന്ന് കിട്ടിയതിന് ശേഷം മാത്രമേ ഇനി പച്ചത്തക്കാളി ചേർക്കത്തുള്ളൂ. പച്ചത്തക്കാളി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് പെട്ടെന്ന് അങ്ങനെ വഴന്ന് ഇതുപോലെ കിട്ടത്തില്ല. ഞാൻ ഇതുപോലെ നല്ലൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചത്തക്കാളി ചേർത്ത് കൊടുക്കാം. എനിക്ക് തോന്നുന്നു പഴുത്ത തക്കാളിയും ചേർത്ത് ഉണക്കമീൻ്റെ കൂടെ കറി വെക്കാൻ തോന്നുന്നു. പക്ഷേ എനിക്കിഷ്ടം പഴുത്ത തക്കാളിയെക്കാട്ടിലും കൂടുതൽ ഇഷ്ടം ഇതുപോലെ പച്ച തക്കാളി ചേർത്ത് കറി വെക്കുന്നതാണ് ഉണക്കമീൻ്റെ കൂടെ. ഉണക്കമീനും അങ്ങനെ ഞങ്ങൾക്കിവിടെ കിട്ടാറില്ല. ഞാൻ പറയാറുണ്ടല്ലോ, ഉണക്കമീൻ ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോഴൊക്കെ കൊണ്ടുവരുന്നത് ഫ്രിഡ്ജിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കും. ഒരു വർഷത്തേക്കുള്ളത് അങ്ങനെ നല്ലവണ്ണം സൂക്ഷിച്ച് വെക്കും. അതിൽ നിന്നാണ് ഞാൻ എടുത്ത് ഇതുപോലെ മീൻ കിട്ടാത്ത സമയങ്ങളിൽ കറി വെക്കുന്നത്. എല്ലാ ദിവസവും നമുക്ക് മീൻ കിട്ടില്ല. പിന്നെ ഇവിടുത്തെ ഡാമിലെ മീനൊക്കെയല്ലേ നമുക്ക് കിട്ടുന്നത്, അത് നമുക്കത്ര തൃപ്തിയാകത്തില്ല. നമ്മൾ കഴിക്കുന്ന മലയാളികൾ നമ്മളെപ്പോഴും സമുദ്രത്തിലെ കടലിലെ മീനൊക്കെ കഴിച്ച് വന്നതുകൊണ്ട് ആ മീനാണ് ഇഷ്ടം. പക്ഷേ നിവൃത്തിയില്ലാതെ വരുമ്പം ഇവിടുത്തെ മീൻ, ഡാമിലെ മീൻ വാങ്ങിക്കും. അതിന് ചെറിയ ചേറ് ചൊവയുള്ളത് കൊണ്ടാണ് അതിഷ്ടമല്ലാത്തത്. പിന്നെ ഇപ്പോൾ എല്ലാവരും അത് കൂടുതലായിട്ട് കഴിക്കുന്നതാണ് നല്ലതെന്നാണ് പറയുന്നത്. ഫ്രഷായിട്ട് നമുക്ക് കിട്ടും മാർക്കറ്റിൽ ചെന്നാലും. പിന്നെ അതുകൊണ്ട് അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. ഇതിലേക്ക് ഞാൻ പൊടികൾ ആഡ് ചെയ്തു. അല്പം മല്ലിപ്പൊടി ചേർത്തു, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇവ ചേർത്തതിന് ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്ന വരെ ഇത് നല്ലവണ്ണം ഇളക്കിയെടുക്കണം. നല്ലവണ്ണം ഒന്ന് മല്ലി ചേർത്തത് കൊണ്ട് ശരിക്കും നല്ലവണ്ണം അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഇളക്കിയെടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്ത് ഇതൊന്ന് വേവിച്ചെടുക്കണം. തക്കാളി വെന്തില്ലല്ലോ, അതുമല്ല നമുക്ക് ഈ മീൻ, ഉണക്കമീൻ പെട്ടെന്ന് വേവുന്ന മീനുണ്ട്, പെട്ടെന്ന് വേവാത്ത. ഇത് സ്രാവായതുകൊണ്ട് എനിക്ക് തോന്നുന്നു അല്പം വേവുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ഇച്ചിരിയേറെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ വെള്ളത്തിൽ നമുക്ക് ഈ പച്ചത്തക്കാളിയും മീനും ഒന്ന് വെന്ത് കിട്ടണം. അതിനുവേണ്ടി ഞാൻ ഇച്ചിരിയേറെ വെള്ളം ഒഴിക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും ഒരു രീതിയിലൊക്കെ ആയിരിക്കാം കറി വെക്കുന്നത്. ഞാൻ എൻ്റെ രീതിയിലൊന്ന് തയ്യാറാക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. അഭിപ്രായം അറിയിക്കുമ്പോൾ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അത് തിരുത്താൻ പറ്റും. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. നിങ്ങളും ഇതുപോലെയൊക്കെയാണോ തയ്യാറാക്കുന്നത് എന്നുള്ളതുകൂടെ അറിയിക്കുക. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് തിളയ്ക്കുന്നവരെ നമുക്ക് അടച്ച് വെക്കണം. അതുപോലെ തിളച്ച് വന്നതിന് ശേഷം ഇനി നമുക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നേരത്തെ വെള്ളത്തിലിട്ട് അതിൻ്റെ ഉപ്പൊക്കെ കുറേ ഒന്ന് കളഞ്ഞു. എന്നാലും നമ്മുടെ ഉണക്കമീനിനകത്ത് ശരിക്കും നല്ല ഉപ്പുണ്ടായിരിക്കും. അത് ഉപ്പൊക്കെ കളഞ്ഞതിന് ശേഷം ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് വേകുന്ന വരെ നമുക്ക് അടച്ച് വെച്ച് വേവിക്കണം. പിന്നെ തക്കാളിക്ക് പുളിയുണ്ട് എങ്കിലും ഞാൻ ഈ പുളി ഒരു 2 കഷ്ണം ചേർത്തിട്ടുണ്ട്. ഇത് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. മറ്റേ തക്കാളിയുടെ പുളിയും ഇതിൻ്റെ പുളിയും വേറെയാണല്ലോ, അതുകൊണ്ട് പുളി ചേർത്തിട്ടുണ്ട്, കുഴപ്പമില്ല. ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന ഉണക്കമീൻ ഇവിടെ കിട്ടും. ഉണക്കമീൻ എന്നല്ല അത് പറയുന്നത്, ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്.
ചുട്ട മീൻ. ഇവർ മാർക്കറ്റിൽ കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ മീൻ എന്തൊക്കെ ഡാമിൽ നിന്ന് പിടിക്കുന്ന മീൻ അത് ഒരു കളറ് ചേർത്ത്, ഫുഡ് കളറാണെന്ന് തോന്നുന്നു, ഫുഡ് കളർ ചേർത്തിട്ട് അത് കച്ചിയിൽ വെച്ച് ചുട്ട് അന്നേരം തന്നെ മാർക്കറ്റിൽ വിൽക്കും. ആ മീനാണ് ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന ഉണക്കമീൻ എന്ന് പറയുന്നത്. അവർ പറയുന്നത് നല്ല ടേസ്റ്റാണെന്ന്, പക്ഷേ ഞങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ല. കാരണം അത് ഫുഡ് കളർ ചേർക്കുന്നത് കാണുമ്പോഴേ നമുക്ക് വാങ്ങിക്കാൻ തോന്നില്ല അതിൻ്റെ കളർ കണ്ടാൽ, അതുകൊണ്ട് അങ്ങനെ വാങ്ങിച്ചിട്ടില്ല. പിന്നെ നല്ല ടേസ്റ്റാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇനി ഞാനിത് അരപ്പ് തയ്യാറാക്കാനായിട്ട് കുറച്ച് തേങ്ങ എടുത്തു. അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ ചെറിയൊരു 2 ഉള്ളി ചേർത്ത് കൊടുത്തു. അതൊന്ന് അരച്ച് വെച്ചിട്ടുണ്ട്. നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്കിത് തക്കാളി മീനും ഒക്കെ ഒന്ന് വെന്ത് കഴിഞ്ഞല്ലോ. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കുക. അത്രയും മാത്രമേ ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. മീനൊക്കെ നല്ലവണ്ണം ഒന്ന് വെന്ത് ചാറും ഒന്ന് കുറുകിയിട്ടുണ്ട് മല്ലിയൊക്കെ ചേർത്തത് കൊണ്ട്. ഇനി തീ കുറച്ച് വെച്ചിട്ട് ഈ തേങ്ങ അരച്ച് വെച്ചത് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിത് അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. തേങ്ങ അരച്ച് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. തിളപ്പിക്കുന്നത് അത്ര നല്ലതല്ല, അതുകൊണ്ട് ചൂടാക്കിയെടുക്കുക. വളരെ വേഗത്തിൽ തന്നെ ഇത് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാം. പിന്നെയും ഇതുപോലെ ചെറിയ ചെറിയ വീഡിയോയും ഇവിടുത്തെ വിലവിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ പിന്നെയും വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.